കാന്താരയിലെ ആ അലർച്ച നിങ്ങളുടെ കാതുകളിലും ഇപ്പോഴുമുണ്ടാവാം. ആ തീക്ക് പിന്നിലൊരു കഥയുണ്ട്, ഒരു വാക്കിന്റെ കഥ. പണ്ട് മനഃശാന്തി തേടി അലഞ്ഞ ഒരു രാജാവ് നാടും നഗരവും വെട്ടിപ്പിടിച്ചിട്ടും ശാന്തി കിട്ടാതെ ഒരു ഘോരവനത്തിലെത്തി. അവിടെ കാടിന്റെ മക്കളുടെ കാവൽ ദൈവത്തെ അദ്ദേഹം കണ്ടു. ആ ദൈവത്തിന്റെ ഒരു നോട്ടത്തിൽ രാജാവിന്റെ അശാന്തമായ മനസ്സ് ശാന്തമായി. സന്തോഷത്താൽ മതിമറന്ന രാജാവ് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ആ ദൈവം അരുളി ചെയ്തു, എന്റെ ഈ മക്കൾക്ക് തലമുറകളോളം ജീവിക്കാൻ ഈ മണ്ണ് വേണം. നീ അവർക്ക് ഈ ഭൂമി നൽകിയാൽ നിന്റെ വംശത്തിന് ഞാൻ ശാന്തി നൽകാം. ആ മണ്ണിൽ വെച്ച് രാജാവ് സത്യം ചെയ്തു. അതൊരു വെറും വാക്കായിരുന്നില്ല, ദൈവത്തിന് നേരിട്ട് നൽകിയ ഉറപ്പായിരുന്നു. കാലം കടന്നുപോയി. രാജാവിന്റെ തലമുറകൾക്ക് ശേഷം പിൻഗാമികൾ വന്നു. അവരുടെ കണ്ണിൽ സമാധാനമായിരുന്നില്ല, ഭൂമിയോടുള്ള ആർത്തിയായിരുന്നു. ദൈവത്തിന് നൽകിയ വാക്ക് മറന്ന് അവർ ആ പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ തുനിഞ്ഞു. പക്ഷേ അവർ ഒരു കാര്യം മറന്നു, മനുഷ്യർക്ക് നൽകിയ വാക്ക് തെറ്റിക്കാം, എന്നാൽ ദൈവത്തിന് നൽകിയ വാക്ക്. അവിടെയാണ് ആ ശബ്ദം വീണ്ടും ഉയർന്നത്. അത് കേവലം ഒരു മനുഷ്യന്റെ അലർച്ചയല്ല, അത് ആ കാടിന്റെ ദൈവമാണ്. തന്റെ ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ, നീതി നടപ്പാക്കാൻ വേണ്ടി മണ്ണിലിറങ്ങി വന്ന സാക്ഷാൽ പഞ്ചുർലിയും ഗുളികനുമാണ്. കാരണം നിങ്ങൾക്കൊരു മനുഷ്യനോട് പോരാടാം, പക്ഷെ തന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മണ്ണിലിറങ്ങുന്ന ദൈവത്തോട് പോരാടാൻ നിങ്ങൾക്ക് കഴിയില്ല.